പശ്ചിമ ബംഗാളിലെ നുഴഞ്ഞുകയറ്റക്കാരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കാനുള്ള നീക്കം തുടരുകയാണ്. കൂടാതെ അതിർത്തി സുരക്ഷാ സേന മാൾട്ടയിൽ ഒരു കൂട്ടം ബംഗ്ലാദേശി പൗരന്മാരെ കസ്റ്റഡിയിലെടുത്ത് ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കാൻ ശ്രമിച്ചതിനു പിന്നാലെ നുഴഞ്ഞുകയറ്റത്തെ സംബന്ധിച്ചുള്ള ആശങ്കകൾ പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവ ചർച്ചയാകുന്നു. എന്നാൽ ഇവരെ തിരിച്ചയക്കാൻ ശ്രമിക്കുന്നതിനിടെ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശും ഒരു വലിയ വിഭാഗം ബംഗ്ലാദേശി പൗരന്മാരും BSFനെ തടസ്സപ്പെടുത്തിയത് വലിയ വിവാദങ്ങൾക്ക് കാരണമായി. ഈ സംഭവം അതിർത്തി ജില്ലയിലെ നിവാസികൾക്കിടയിൽ വലിയ തോതിൽ ആശങ്ക പരത്തുകയും രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് കടുത്ത പ്രതികരണങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. സുഖ്ദേവപൂർ ഗ്രാമവാസിയായ പീയൂഷ് മൊണ്ടാൽ സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഏകദേശം 5000 മുതൽ 7000 വരെ ബംഗ്ലാദേശി പൗരന്മാർ സീറോ ലൈനിൽ സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഏകദേശം 15 ബംഗ്ലാദേശി പൗരന്മാർ ഗ്രാമത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചതായും BSF ഇത് തടഞ്ഞതായും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. ഈ ആളുകൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം 1200 മീറ്റർ ദൂരം വേലിക്കെട്ടാൻ ഞങ്ങൾ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. ചബഡ മണ്ഡൽ എന്ന മറ്റൊരു സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ ബംഗ്ലാദേശി പൗരന്മാർ ഇങ്ങോട്ട് കടക്കാൻ ശ്രമിച്ചപ്പോൾ BSFന്റെ സഹായത്തോടെ ഗ്രാമവാസികൾ അവരെ തടഞ്ഞു. ഈ ആളുകൾ ഞങ്ങളുടെ ഭൂമിയിൽ കയറി സ്ത്രീകളെയും കുട്ടികളെയും പീഡിപ്പിക്കുന്നു. ഇതുപോലെ സംഭവങ്ങൾ തടയുന്നതിനായി അതിർത്തിയിൽ വേലി കെട്ടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുവെന്നാണ്. സംഘർഷം രൂക്ഷമായതോടെ കുറച്ചു കാലത്തേക്ക് അതിർത്തി പ്രദേശത്തേക്ക് പോകരുതെന്ന് BSF ഗ്രാമവാസികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിർത്തിയിൽ നിലവിൽ ചുവന്ന പതാക ഉയർത്തിയിരിക്കുകയാണ്. സംഭവത്തിൽ ബംഗാളിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും കടുത്ത പ്രതികരണങ്ങൾ ഉയർന്നിട്ടുണ്ട്. BJP നേതാവ് കൗതം ബാഗ്ചി മമതാ ബാനർജിക്കെതിരെ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടു. ആരും അവരെ പിന്തുണയ്ക്കുന്നില്ല. അവരുടെ വിശ്വസ്തരായ ലെഫ്റ്റനന്റുകൾ അവരിൽ നിന്ന് അകന്നു. അതിർത്തിയുടെ മറുവശത്തുള്ള വിഘടന ശക്തികളിൽ നിന്ന് അവർ സഹായം തേടിയിരിക്കണം. അവർ അവരുടെ ആളുകളെ അയച്ചിരിക്കണം. എന്നാൽ ഇപ്പോൾ സംസ്ഥാനം സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP സർക്കാരാണ് ഭരിക്കുന്നത്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ വെച്ചു പൊറപ്പിക്കില്ല എന്നാണ് പറഞ്ഞത്. അതേസമയം പരിഭ്രാന്തരാകരുതെന്ന് കേന്ദ്ര സഹമന്ത്രി സുഗാന്ത മജുംദാർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. BSF ഇത്തരം ഭീഷണികളെ വിജയകരമായി തടയുമെന്ന് പൗരന്മാർ അവരിൽ വിശ്വാസം അർപ്പിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. എന്നാൽ അതേസമയം ബംഗ്ലാദേശ് തങ്ങളുടെ പൗരന്മാരെ ഇന്ത്യയിലേക്ക് തള്ളിവിടാനാണ് ശ്രമിക്കുന്നതെന്നും അവർ ഒരിക്കലും അതിൽ വിജയിക്കില്ലെന്നും BJP MP ശാന്തനു താക്കൂർ പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കാതൽ നുഴഞ്ഞുകയറ്റമായിരുന്നു. നുഴഞ്ഞുകയറ്റമില്ലാത്ത ബംഗാൾ എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയും പോലുള്ള പ്രധാന നേതാക്കൾ ബംഗാളിനെ നുഴഞ്ഞുകയറ്റക്കാരുടെ സ്വർഗമാക്കി മാറ്റിയതിന് തൃണമൂൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമായി ഉന്നയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വൻ വിജയത്തിനു ശേഷം മുഖ്യമന്ത്രി സുവേന്ദു അധികാരി തന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ വേലികെട്ടാൻ ഭൂമി കൈമാറാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.